നമസ്കാരം. RSS പരിപാടിയിൽ സർസംഘചാലകനൊപ്പം കേരളത്തിലെ സർവകലാശാല VC-മാർ പങ്കെടുത്തതിൽ വിവാദം മുറുകുകയാണ്. VC-മാർ സ്വയം രാജിവെച്ചൊഴിയണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. RSS ചിന്ത തലച്ചോറിൽ പേർന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും യോജിപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വൈസ് ചാൻസലർക്കെതിരായ കോൺഗ്രസ് പരാമർശം കാപട്യമാണെന്ന് BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനാവാല തിരിച്ചടിക്കുന്നു. ഈ വിവാദം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വൈസ് ചാൻസലർമാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ചാൻസലറായ ഗവർണർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? സർക്കാരിന് ഈ വിഷയത്തിൽ കേവല വിമർശനത്തിനും പ്രതികരണത്തിനും അപ്പുറത്ത് എത്ര മുന്നോട്ട് പോകാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ദിവസം ബാക്കിയാവുന്നുണ്ട്. അപലപനത്തിൽ ഒതുങ്ങുമോ, അതോ മുൻ സർക്കാർ ചെയ്തതുപോലെ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഗവർണറുമായി, ചാൻസലറായ ഗവർണറുമായും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായും ഒക്കെയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും തയ്യാറാകുമോ? വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് എന്താണ്? ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ, CPM ശ്രീ രാജു പി നായർ, കോൺഗ്രസ് ശ്രീ RS രാജീവ് BJPക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ശ്രീ ഷാജർ ഖാൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാജു പി നായർ, മുൻ സർക്കാർ ഭരിച്ചിരുന്ന സമയത്തും മോഹൻ ഭാഗവത്തിന്റെ പരിപാടിയിൽ വൈസ് ചാൻസലർമാർ 4 പേർ പോയിട്ടുണ്ട്. സർക്കാർ മാറി ഈ സർക്കാർ വരുമ്പോഴും മോഹൻ ഭാഗവത്തിന്റെ പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നുണ്ട്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ അല്ലേ? വിധേയത്വം അവിടെയാണ്. കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കൂറ് RSSനോടാണ്. കേരളം ആര് ഭരിച്ചാലും എന്നുള്ളത് വ്യക്തമാവുകയല്ലേ? അല്ല, അങ്ങനെ ഒരു വാദം വന്നാൽ അതിനെ തള്ളി പറയാൻ പറ്റില്ല. എന്തായാലും കഴിഞ്ഞ തവണ ഇത് പോയപ്പോൾ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ എതിർപ്പ് ഉയർന്നിരുന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPM അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമെല്ലാം കേരളത്തിൻ്റെ ഒരു മതേതര കാഴ്ചപ്പാടും ആ മതേതര കാഴ്ചപ്പാടിനും അനുസരിച്ചുള്ള കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിനും വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വൈസ് ചാൻസലർമാർ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷവും അവർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് തീർച്ചയായും വലിയ രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ അവർ മാപ്പ് പറയണം എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു കാവ്യവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഘവൽക്കരിക്കാൻ വേണ്ടി അവർ പിൻവാതിലൂടെ നടത്തുന്ന ശ്രമമാണ്. RSSനെ സംബന്ധിച്ചോളം RSS ഒരു തീവ്രവാദ സംഘടനയാണ്, ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണ് RSS എന്ന് പറയുന്നത്. ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ യാതൊരു വിലയുമില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളുള്ള ഒരു ഘട്ടത്തിൽ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വന്നപ്പോൾ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. പക്ഷെ എന്നിട്ടും പതിറ്റാണ്ടുകളായിട്ട് ഈ കേരളം രൂപീകൃതമായതിനു ശേഷം ഇന്നുവരെ അവരെ രാഷ്ട്രീയമായിട്ട് അരികിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു 3 സീറ്റ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതിന് മുമ്പ് ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ഒരു സീറ്റ് ജയിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് സത്യമാണ്. അപ്പോൾ എന്തായാലും പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു ആശയമാണത്. ആ ആശയത്തിൻ്റെ ഒരു രാഷ്ട്രീയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പിൻവാതിലൂടെ കടത്താൻ ശ്രമിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു ചടങ്ങിൽ പങ്കെടുക്കലിൽ ഒതുങ്ങോ? ഇപ്പോൾ MG സർവകലാശാലയിൽ 19 സെനറ്റ് മെമ്പർമാരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സെനറ്റിൽ നിന്നാണ് ഈ അധികാരമുള്ള അല്ലെങ്കിൽ സർവകലാശാല ഭരിക്കുന്ന സിൻഡിക്കേറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകളെല്ലാം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 3 MLA-മാർ മാത്രമുള്ള സംഘപരിവാറിൻ്റെ കയ്യിലാവുകയും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സമ്പൂർണ്ണമായി അങ്ങനെ ആ നിലയ്ക്ക് കൈയാളുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും സർക്കാരിൻ്റെ പൊസിഷൻ? കഴിഞ്ഞ സർക്കാർ പല ഘട്ടത്തിൽ ഏറ്റുമുട്ടലിനും സമവായത്തിനും ഇങ്ങനെ മാറി മാറിയൊക്കെ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. സമ്പൂർണ്ണമായി കേരളത്തിലെ സർവകലാശാലകൾ സംഘപരിവാർ ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയുക എന്നുള്ളതിനപ്പുറത്ത് എന്തായിരിക്കും സർക്കാരിൻ്റെ പൊസിഷൻ, സർക്കാരിൻ്റെ നിലപാട്? അല്ല, ഒരു സംശയവും വേണ്ട. ആ നിലപാടുകളെയെല്ലാം നിയമപരമായും രാഷ്ട്രീയമായും ഉയർത്തേണ്ട പ്രതിരോധത്തിലൂടെ തന്നെ നേരിടും. അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് 30 ദിവസമല്ലേ ആവുന്നുള്ളൂ. ഈ RSS കേരളത്തിലെ സർവകലാശാലകളെ കകത്ത് നുഴഞ്ഞു കയറാൻ നടത്തുന്ന ശ്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും ചോദ്യം ചെയ്യാൻ തന്നെ പെടും. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ നമുക്കപ്പോഴും ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെല്ലാം BJPക്കും RSSനും വേണ്ടി വളഞ്ഞു കൊടുക്കുന്ന സംവിധാനങ്ങളാണെന്നുള്ള നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മളിപ്പോൾ മീനാക്ഷി നടരാജൻ്റെ കേസ് തന്നെ നമ്മൾ കണ്ടല്ലോ.
അപ്പോൾ ഇന്ന് കേരളത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ ഭരണ സംവിധാനങ്ങളും സംഘപരിവാറിൻ്റെ ആജ്ഞാനവർത്തികളായിട്ട് അല്ലെങ്കിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്ന സംവിധാനങ്ങളാണ്. പക്ഷെ അവിടെയും നമ്മൾ രാഷ്ട്രീയമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ രാഷ്ട്രീയ പ്രതിരോധം നമ്മൾ ഉയർത്തും. ആ പ്രതിരോധം കഴിഞ്ഞ കാലങ്ങളിലും ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിന് നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട എല്ലാ വഴികളും നോക്കി ആ ഫൈറ്റ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ശരി, ശ്രീ RS രാജീവ്, കേരളത്തിലെ സർവകലാശാലകളെ നയിക്കുന്നത് RSSന്റെ റിമോട്ട് കൺട്രോളിലാണോ? RSS പറയുന്നിടത്ത് ഇരിക്കുകയും RSS പറയുന്നിടത്ത് കിടക്കുകയും RSS പറയുന്നിടത്ത് ഉണ്ണുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലേക്ക് സമ്പൂർണമായും രാഷ്ട്രീയ വിധേയത്വത്തിന്റെയും നിയന്ത്രണത്തിന്റെയും തലത്തിലേക്ക് സർവകലാശാല ഭരണം കടന്നോ? എനിക്കത് തോന്നുന്നില്ല. ഇത് എന്താണ് 2 VC-മാർ അല്ലെങ്കിൽ 3 VC-മാർ ഇന്നലെ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്താകമാനം പ്രഭാഷണ പരമ്പരകൾ നടക്കുകയാണ്. അതിനകത്ത് നിരവധിയായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഉന്നത പദവിയിൽ ഇരുന്ന ആൾക്കാരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, കലാകാരന്മാരുണ്ട്, കവികളുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ പരിച്ഛേദനം മുഴുവൻ ആ പരിപാടികളെല്ലാം പങ്കെടുക്കുന്നു. അല്ല, VC-മാർ ഇങ്ങനെ സംഘടനാ പാർട്ടി പരിപാടികൾക്ക് രാഷ്ട്രീയ RSS രാഷ്ട്രീയ പരിപാടിയല്ലല്ലോ, പാർട്ടിയല്ല. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ VD സതീശനൊക്കെ പോയി ഗവർണറുടെ അടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാ? അതും തെറ്റെന്ന് പറയുന്നത്. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. RSSന്റെ സർസംഘചാലക ഒരു ഭരണഘടനാ പദവിയാണ്. അപ്പൊ ഇതാ VCക്ക് മൗലിക അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ ഒരു പരിപാടിക്ക് പോകാൻ? അത് RSS എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ ഓർഗനൈസേഷനാണ്. VCയുടെ കപ്പാസിറ്റിയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവുമല്ലോ. അഭിലാഷ്, ഏത് നിയമത്തിന്റെ ലംഘനമാണ്? എന്താണ് അതിലെ ഇല്ലീഗാലിറ്റി? എന്താണ് ഇല്ലീഗാലിറ്റി? പ്രൈറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഔചിത്യം എന്ന് പറയുന്ന സർവകലാശാലകൾ, കലാലയങ്ങൾ, ഇതൊക്കെ നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്, അതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് നിഷ്പക്ഷമായി, നീതിപൂർവകമായി, രാഷ്ട്രീയ ബാഹ്യമായി പ്രവർത്തിക്കും എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ്. രാഷ്ട്രീയ അഭിപ്രായമുള്ളവരൊക്കെ അതിന്റെ തലപ്പത്തൊക്കെ വന്നിരിക്കാം. പക്ഷെ വന്നാലും അവർ ആ നിലയ്ക്ക് പ്രവർത്തിക്കുമെന്നല്ലേ കരുതുന്നത്. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പോയി അതിലെ പ്രധാനപ്പെട്ട അതിഥികളായി ഇരിക്കുക എന്ന് പറയുമ്പോൾ അവരവരുടെ പക്ഷപാതിത്വം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ RSSനോട് പക്ഷപാതിത്വം പ്രകടിപ്പിക്കേണ്ടവരാണോ സർവകലാശാല VC-മാർ എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ സ്വന്തം കപ്പാസിറ്റിയിൽ വിരമിച്ച ശേഷം പോയി ഗണവേഷം ധരിച്ച് ശാഖയിൽ പോകുന്നവരൊന്നും കുഴപ്പമില്ല. ഞാനൊന്ന് പറയട്ടെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ജാമ്യ MLA സർവകലാശാല VC മസ്കർ അലി അസിഫ് പങ്കെടുത്തു. ഒന്ന് ഈ പരിപാടി, തിരുവനന്തപുരത്തെ പരിപാടിയിൽ നമ്മളെ പ്രധാനപ്പെട്ട MG രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരിക്കലും BJP അല്ലല്ലോ, ഒരിക്കലും RSS അല്ലല്ലോ, പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷ് നമ്മളെ മാതൃഭൂമിയിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിനല്ല പങ്കെടുത്തത്, നമ്മൾ മനസ്സിലാക്കണം. മനോരമയിൽ നിന്ന് സുജിത് നായർ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്, കേരളത്തിന്റെ പരിച്ഛേദനം പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്താണ് RSS എന്ന് അറിയാൻ അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയത് അതാണ്. RSSനെ പല ഘട്ടത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കണം, ഇതിനകത്തേക്ക് വരണം. അപ്പൊ RSSനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള 100ാം വാർഷികത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയാണ്. അതിനെ ഇത്രയും ചർച്ചയാക്കുന്ന എന്തിനാണ്? ശരി, ഇത്രയും വിഷയമാക്കുന്ന എന്തിനാണ്? അതാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ അല്ലേ മാപ്പ് പറയേണ്ടത്? ആദ്യം മാപ്പ് പറയേണ്ട ആരാണ്? ശരി, ശ്രീ K. അരുൺകുമാർ, ഇതിപ്പോ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ ജൂലൈ മാസം 27-ാം തീയതി ജ്ഞാനസഭ എന്ന പേരിൽ ഇതേപോലെ RSS ഒരു പരിപാടി നടത്തിയപ്പോൾ അന്നും സർസംഘചാലക് മോഹൻ ഭാഗവത് ആയിരുന്നു പങ്കെടുത്തത്. അന്ന് 4 VC-മാർ, കേരളത്തിലെ 4 VC-മാർ പങ്കെടുത്തതാണ്. ഇപ്പോൾ VC-മാർ അവരുടെ അപ്പോയിന്റ്മെന്റ് അധികാരി RSS അല്ലെങ്കിലും RSS വിളിച്ചാൽ എപ്പോഴും പോകും എന്ന നിലയിലായോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിന് ഒരു പ്രാധാന്യമില്ലാതെ ഏകപക്ഷീയമായിട്ട് വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കാൻ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നിരവധി നിയമ പോരാട്ടത്തിലേക്ക് പോയതാണ്. ഒരു മെറിറ്റും അതുപോലെ തന്നെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കൊടുക്കുന്ന ലിസ്റ്റിനും ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഏകപക്ഷീയമായിട്ട് നിയമനം നടത്തുന്നത് നിരവധി നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം MG യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള വൈസ് ചാൻസലർക്ക് ഒന്നെങ്കിൽ 65 വയസ്സ് വരെ തുടരാം, അല്ലെങ്കിൽ പുതിയ പെർമനന്റ് വൈസ് ചാൻസലർ വരുന്നത് വരെ തുടരാം. അദ്ദേഹത്തിന്റെ അധ്യാപക വൃത്തി തീരുന്നത് 60-ാം വയസ്സിലാണ്. എന്നിരുന്നാലും വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുമ്പോൾ 65 വരെ തുടരാം. അതാണ് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്, സെക്ഷൻ 10 ഓഫ് MG യൂണിവേഴ്സിറ്റി ആക്ട് പറയുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സർവീസിൽ നിന്ന് അധ്യാപക വൃത്തിയിൽ നിന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി VC ആയിട്ട് ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു RSS സഹയാത്രികനെ കൊണ്ടുവന്ന് വൈസ് ചാൻസലർ ആക്കിയതൊക്കെ നമ്മൾ കണ്ടു.
ഗവൺമെന്റിന്റെ ഒരു ലിസ്റ്റും മേടിച്ചില്ല, ഒരു തരത്തിലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പാലിക്കേണ്ട ഒരു മര്യാദയോ നിയമമോ പാലിച്ചില്ല, സാമൂഹ്യ നീതിയും പാലിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. മുൻപിലേക്ക് എടുത്തു നോക്കിയാൽ അടുത്ത കാലത്ത് വൈസ് ചാൻസലർമാരായിട്ട് നിയമിക്കപ്പെട്ടവരെല്ലാം ഏതു പശ്ചാത്തലത്തിലുള്ളവരാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഹൻ ഭഗവത് അടക്കമുള്ള ആളുകൾ വന്ന് ഇത്തരം പരിപാടികൾ ലീഡ് ചെയ്യുമ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ, വൈസ് ചാൻസലറുടെ വാഹനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വൈസ് ചാൻസലർമാർ ചെന്നിരിക്കുന്നതും മുൻനിരയിൽ കൊച്ചുകുട്ടികൾ ഇരിക്കുന്നത് പോലെ കേട്ടിരിക്കുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. ഓരോ ഘട്ടം ഘട്ടമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടക്കം ഇത്തരത്തിൽ സംഘവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സംഘശാലകളായി സർവകലാശാലകൾ മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് 19 സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഇത്തരത്തിൽ ഏകപക്ഷീയമായി ചാൻസലറുടെ ഭാഗത്ത് നിന്ന് നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന, നിയമ പോരാട്ടം നടത്തുന്ന, സുപ്രീം കോടതി വരെ പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി അടക്കം പോയി നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഘട്ടത്തിലും ഗവൺമെന്റ് ആണ് വിജയിച്ചത്. ചാൻസലർ അല്ല വിജയിച്ചത്, ഗവർണർ അല്ല വിജയിച്ചത്. ഒരു ഘട്ടത്തിലൊഴികെ ബാക്കിയെല്ലാം നിരവധി ഘട്ടത്തിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ആ ഘട്ടത്തിലെല്ലാം ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ശരി എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഇവിടെ ഇന്നലെ ഇത്തരത്തിലൊരു സാഹചര്യത്തെ 3 വൈസ് ചാൻസലർമാർ പോയി മോഹൻ ഭഗവതിന്റെ പരിപാടിയിൽ തൊഴുതിരിക്കുമ്പോൾ അതിനെ മുഖ്യമന്ത്രി വിമർശിച്ചത് എപ്പോഴാ? പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഗൗരവമായിട്ടുള്ള ഈ വിഷയം സമയമെടുത്ത് പത്രക്കാർക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ടോ ഒരു തരത്തിലുള്ള ഒരു നിഷേധക്കുറിപ്പോ വിമർശനമോ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഒരു വിമർശനം വന്നത്. എന്താ വിമർശനം? അതിൽ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയോ ചാൻസലറോട് തിരിച്ചു വിളിക്കണമെന്നോ ഏതെങ്കിലും നടപടി സ്വീകരിക്കണമെന്നോ ആ ഒരു പ്രസ്താവനയിലുണ്ടോ? മറിച്ച് എന്താ, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നതിൽ ഒതുക്കി മയപ്പെടുത്തി ഒരു തരത്തിലും വിഷമം ഉണ്ടാകരുത്, ഒരു ദോഷം ഉണ്ടാകരുത്, ഒന്നും തോന്നരുതേ എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഇങ്ങനെയാണോ കേരളത്തിൽ മുൻവർഷങ്ങളിലെല്ലാം ഉണ്ടായത്? അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഈ കാവ്യവൽക്കരണത്തിനെതിരെ, സംഘവൽക്കരണത്തിനെതിരെ ശക്തമായി ഉയർന്നു വന്ന നാടാണ്. ഇവിടെ എന്താ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ആദ്യം പറഞ്ഞ്? ഒരു തരത്തിലും ചാൻസലറായിട്ട് പോരിനില്ല, സംവാദത്തിനില്ല, ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും എന്തും ചെയ്തോ എന്ന രൂപത്തിൽ തന്നെയാണ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ CPM പ്രതിനിധി എന്നതോടൊപ്പം തന്നെ സംസ്കൃത സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. അവിടെ ഏറ്റവും അവസാനം സിൻഡിക്കേറ്റ് കൂടിയത് ഫെബ്രുവരി മാസം 17-നാണ്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 2 മാസത്തിനുള്ളിൽ ഒരു തവണ സിൻഡിക്കേറ്റ് കൂടണം. ഇപ്പൊ 4 മാസമായി. നിരവധി കത്തുകൾ കൊടുത്തു വൈസ് ചാൻസലർ സിസ തോമസ്, താൽക്കാലിക വൈസ് ചാൻസലർക്ക്. ജനാധിപത്യപരമായി സർവകലാശാലയിൽ അധികാരമുള്ള സമിതിയായ സിൻഡിക്കേറ്റ് കൂടില്ല. എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ട് ചാൻസലർ നിർദ്ദേശിക്കും, വൈസ് ചാൻസലർ നടപ്പാക്കും. അവിടെ ഇപ്പോ ഗസ്റ്റ് ലെക്ചേഴ്സിനെ നിയമിക്കുന്നു, 250 പേരെ ഒറ്റയടിക്കും പുറത്താക്കി. അതിനുശേഷം പുതിയ ആളുകളെ നിയമിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ് കൊടുക്കുന്നത്, വിഷയ വിദഗ്ധർ, എക്സ്പെർട്ടുകളെ കൊടുക്കും, സബ്ജക്ട് എക്സ്പെർട്ടുകളെ. അവരെയൊക്കെ വെട്ടിമാറ്റി ഏകപക്ഷീയമായിട്ട് തങ്ങൾക്ക് തോന്നുന്ന പല സ്കൂളുകളിലും പഠിപ്പിക്കുന്ന സംഘപരിവാർ ബന്ധമുള്ളവരെ കൊണ്ടുവന്ന് കോളേജ് അധ്യാപകരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ട് കമ്മിറ്റിയാക്കി മാറ്റുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ തകർക്കാൻ ഓരോ സർവകലാശാലയിലും ഇടിച്ചു കയറുന്ന കാഴ്ച നാം കാണുകയാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടി എന്ന രൂപത്തിൽ ഞങ്ങൾ ഉയർത്തും. SFI അത് അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇടപെടേണ്ട മേഖലകളിലെല്ലാം CPM ഇടപെടുന്നുണ്ട്. പക്ഷേ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ആ ഭരിക്കുന്ന പാർട്ടി ഒരു തരത്തിലും ഞങ്ങൾ സംഘർഷത്തിനില്ല, പ്രതിഷേധത്തിനില്ല, എല്ലാം കൂട്ടിയോജിച്ചേ പോകൂ എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം ഇത്തരത്തിൽ മൗനാനുവാദം സംഘപരിവാറിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നാം കാണുന്നത്. ഇന്ന് കാണുന്ന നമ്മുടെ സർവകലാശാലയുടെ എല്ലാ ജനാധിപത്യ സമ്പ്രദായത്വം തകർക്കുക എന്നത് ഇവരുടെ ലക്ഷ്യം തന്നെയാണ്. ശരി, ആ വിഷയത്തിലേക്ക് പോകും. അതിനു മുമ്പ് ശ്രീ ഷാജർ ഖാൻ, മുമ്പ് കഴിഞ്ഞ സർക്കാർ ഭരിക്കുന്ന സമയത്ത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങൾ. അന്ന് രാഷ്ട്രീയവൽക്കരണം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് സർവകലാശാലകളുടെ രാഷ്ട്രീയവൽക്കരണം അതിന്റെ അങ്ങേ അറ്റത്താണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ സേവ് ചെയ്യാൻ തോന്നുന്നില്ലേ? ഇപ്പോൾ ക്യാമ്പയിൻ ഒന്നും നടത്തണ്ടേ? തീർച്ചയായിട്ടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അല്ല, സേവ് എഡ്യൂക്കേഷൻ പ്രസ്ഥാനം തന്നെ അതിശക്തമായ വിധത്തിൽ കേരളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ സർസംഘചാലകിൻ്റെ പരിപാടിയിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ യാതൊരു ലജ്ജയുമില്ലാതെ പങ്കെടുത്തു എന്നത് ഇടതുപക്ഷ കേരളത്തിന്, ജനാധിപത്യ കേരളത്തിന്, മതേതര കേരളത്തിന് അപമാനകരമാണ്, ഒരു തർക്കവുമില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആരാണ്? എന്തുകൊണ്ട് അങ്ങനെ ഈ വൈസ് ചാൻസലർമാർക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പോയതിലൊരാൾ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്, അദ്ദേഹം SFIയുടെ മുൻകാല നേതാവാണ്. അദ്ദേഹം മുൻ അധ്യാപക സംഘടനാ നേതാവായിരുന്നു, CPMൻ്റെ സഹയാത്രികനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ തവണ വൈസ് ചാൻസലറായി വന്നത് CPM-ൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നൽകിയ പാനലിൽ നിന്നാണ് അദ്ദേഹം വൈസ് ചാൻസലറായി വന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങനെയുള്ള ആളുകൾ പോലും ഈ പറയുന്ന ജ്ഞാനസഭയിൽ കഴിഞ്ഞ തവണ ജ്ഞാനസഭയിൽ പങ്കെടുത്ത 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഒരു വാക്കുകളും അതിനെതിരെ പറഞ്ഞോ? ഞാൻ എന്തായാലും എൻ്റെ ഓർമ്മയിലില്ല അദ്ദേഹം പറഞ്ഞതായിട്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അതിനെതിരെ പറഞ്ഞത് ഓർമ്മയിലുണ്ട്. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി അതിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തായാലും ശരി, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള വൈസ് ചാൻസലർമാരല്ല വേണ്ടത്. ഇപ്പോൾ ഈ 13 വൈസ് ചാൻസലർമാരിൽ 9 പേര് താൽക്കാലികമായ ചുമതലകൾ വഹിക്കുന്നവരാണ്. കേരള യൂണിവേഴ്സിറ്റി മോഹനൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകൾ താൽക്കാലികക്കാരാണ്. അപ്പോൾ അവർക്ക് ചാർജ് മാത്രമേ ഉള്ളൂ. അവർ സ്ഥിരം VC അല്ല. എന്തുകൊണ്ട് സ്ഥിരം VC നിയമിക്കാൻ കഴിയുന്നില്ല? യോഗ്യതയുള്ള ഈ പറയുന്ന സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉള്ള സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടി ഇനിഷ്യേറ്റ് ചെയ്യലേ വേണ്ടത്. അപ്പോൾ ആ നടപടിയിലേക്ക് പോകണം. ഈ പറയുന്ന ഗവർണർ തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അധികാരിയാണ്. ആ സംസ്ഥാനത്തിൻ്റെ അധികാരി തന്നെ സംഘപരിവാറിൻ്റെ അമരത്തുള്ള ഒരാളായാലും എന്താ ചെയ്യാൻ പറ്റുക? അതൊരു ഒരു ക്രൈസിസാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വിഷലിപ്തമായ വർഗീയമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള അതിൻ്റെ അമരത്തിരിക്കുന്ന ആൾ വരുമ്പോൾ ആ ആൾ തന്നെയാണ് ഇത് നിയമിക്കേണ്ടത് എന്നതും ഒരു എന്താ പറയുക, ഒരു ഗുരുതരമായ സാഹചര്യമാണ്. അല്ല, ആ ആൾ ഇപ്പോൾ കൃത്യമായി രാഷ്ട്രീയം നോക്കി ഫിൽട്ടർ ചെയ്തേ നിയമിക്കുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ സർവകലാശാല VC ആയി ഇനി ഒരാൾ വരണമെങ്കിൽ അത് സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളോ അതല്ലെങ്കിൽ സംഘപരിവാറിനെ ആശ്ലേഷിക്കുന്ന ആളോ വേണം എന്ന നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം മാറുന്ന അവസ്ഥ എത്തിയോ ഷാജർ ഖാൻ? ആയല്ലോ, രാഷ്ട്രീയം നോക്കി നിയമിക്കുന്നു. ഇവിടെ മെറിറ്റ് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 19 പേരെ സെനറ്റ് മെമ്പർമാരായിട്ട് നിയമിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പഠന സമിതികളിൽ MG യൂണിവേഴ്സിറ്റിയുടെ പഠന ബോർഡുകളിൽ കുറേ ആളുകളെ ഒരു നിലവാരമില്ലാത്ത സബ്ജക്റ്റുമായി പോലും ഒരു ബന്ധവുമില്ലാത്ത സംഘപരിവാർ അനുകൂലികളെന്ന് പുറമേക്ക് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കുറേ ആളുകളെ പിടിച്ച് അവിടെ തിരികെ കയറ്റുകയാണ്. അതെങ്ങനെയാണ് കേരളം പോലൊരു നാട്ടിൽ ഇത്രയും സെക്യുലറായിട്ടുള്ള ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നാട്ടിൽ നടക്കുക? അപ്പോൾ കക്ഷി രാഷ്ട്രീയം പോലുമല്ല, ഒരു തറ നിലവാരത്തിലുള്ള രാഷ്ട്രീയം മാത്രം പരിഗണിച്ചുകൊണ്ട് ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതിന് തടയിടുക എന്നുള്ളത് അടിയന്തരമായ നമ്മുടെ സർവകലാശാലകളുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള അടിയന്തരമായ ഒരു നടപടിയാണ്. പക്ഷേ എന്ത് നടപടി എടുക്കാൻ പറ്റുക? ഇവരെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന താൽക്കാലിക വൈസ് ചാൻസലർമാർ താൽക്കാലികക്കാർ അവിടെ കഴിഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞല്ലോ, ആ സമയം കഴിഞ്ഞല്ലോ. ഒരു 6 മാസത്തിനുള്ളിൽ പുതിയ വൈസ് ചാൻസലർമാരെ നിയമിക്കണ്ടേ? പക്ഷേ ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ 2 വർഷത്തിൽ കൂടുതലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി നമ്മൾ വെക്കണം. സെലക്ഷൻ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ യോഗ്യരായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വർഗീയ പ്രതിനിധികളുടെ നുഴഞ്ഞുകയറ്റത്തെ, സർവകലാശാലകൾക്കകത്തേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെ തടയാനുള്ള ഏക മാർഗ്ഗം അതാണ്. അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിനെതിരെ വന്ന ഏറ്റവും വലിയ വിമർശനം എന്താ? അവരുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ CPM അനുകൂലികളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ CPM-ൻ്റെ പക്ഷപാതികളായിട്ടുള്ള ആളുകളല്ല വരേണ്ടത്, RSSൻ്റെ ആളുകളല്ല വരേണ്ടത്. അക്കാഡമിക്കായിട്ടുള്ള വളരെ ഉന്നത വ്യക്തിത്വങ്ങൾ സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സമൂഹത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഉന്നതമായ ജ്ഞാനമുള്ള ആളുകളായിരിക്കണം. ഉന്നതമായ സാംസ്കാരികമായ ധാർമ്മികമായ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ഒരു സർവകലാശാല നയിക്കാൻ പറ്റൂ. കാരണം അങ്ങനെയുള്ളവരെ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു വൈജ്ഞാനിക പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ് വൈസ് ചാൻസലർ. അത് ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജ്ഞാനസഭ സംഘടിപ്പിച്ചപ്പോഴും അവിടെയും ഈ സമാനമായ സാഹചര്യമുണ്ടായി. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പുറമേക്കുള്ള വാദകോലാഹലങ്ങൾ നടത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നത് അരുൺകുമാറിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അരുൺകുമാർ മറുപടി പറയും. പക്ഷേ രാജു പി നായർ, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വാർത്ത, കർണാടകയും കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. കർണാടകയിലെ ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ RSS രജിസ്റ്റർ ചെയ്ത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന നിലപാടിൽ കൂടുതൽ ഉറച്ചു നിൽക്കുന്നതായുള്ള വാർത്തയാണ്. അദ്ദേഹം മോഹൻ ഭാഗവത്തിന് കത്തയച്ചിരിക്കുന്നു. RSS രജിസ്റ്റർ ചെയ്യണം, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തേ പ്രവർത്തിക്കാൻ പറ്റൂ, അതിന്റെ ഫണ്ട് വിവരങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശക്തമായ നിലപാടാണ്. നിങ്ങളുടെ തന്നെ പാർട്ടിയാണല്ലോ കർണാടക ഭരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ വൈസ് ചാൻസലർമാർ പോയി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും? നിലപാട് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആക്ഷനെ കുറിച്ചാണ്.
ശ്രീ രാജു പി നായർ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കണക്ഷൻ കട്ടായിട്ടുണ്ടെന്ന്. അത് ശരിയാക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ രാജീവ്, ഇവിടെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ താങ്കൾ നേരിട്ട് കേട്ടല്ലോ. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ജനാധിപത്യ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഭരിക്കുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ല, കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പദവി മാത്രമാണ്. ഗവർണർ ചാൻസലർ ആയിരിക്കുന്നത് സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ടാണ്. ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണർ എങ്കിൽ ചാൻസലർ എന്നുള്ളതൊരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. അപ്പോൾ ആ പദവിയിൽ ഇരിക്കുന്ന ഗവർണർമാർ, കഴിഞ്ഞ 2 ഗവർണർമാരെ മാറ്റി നിർത്തിയാൽ മറ്റാളുകൾ ആരും നിലവിലുള്ള സർക്കാരുകളുടെ ശുപാർശകളെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാറോ അതല്ലെങ്കിൽ അതിനു മുകളിൽ സ്വന്തം താല്പര്യം നടപ്പാക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപൂർവം ഘട്ടങ്ങളിൽ ഒഴിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം സ്മൂത്തായി പോവുകയുമായിരുന്നു. അപ്പോൾ ഈ ഓട് പൊളിച്ച്, അങ്ങനെയല്ലല്ലോ ഒരു പ്രത്യയശാസ്ത്രത്തെ പ്രവേശിപ്പിക്കേണ്ടത്, ഓട് പൊളിച്ച് സർവകലാശാലകളിൽ അകത്ത് കയറി നട്ട് വളർത്തേണ്ടതാണോ RSSന്റെ പ്രത്യയശാസ്ത്രം? ഓട് പൊളിച്ചൊന്നുമല്ലെന്നേ RSSന്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് വളർന്നത്. നമ്മൾ മനസ്സിലാക്കണം, CPMന്റെയും ഏതാണ്ട് RSSും തുടങ്ങുന്നത് 100 വർഷമായി. CPMന്റെ അവസ്ഥ ഇന്ന് എന്താണ്? RSSന്റെ അവസ്ഥ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ട് RSS മാറി. CPM ഒരു തുരുത്ത് ആകപ്പാടെ ഉള്ള ഒരു സ്ഥലമായിട്ട് കേരളത്തിൽ ഇത്തിപ്പൂരം മാത്രമുള്ള ഒരു സംവിധാനമായിട്ട് മാറുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടത് എന്താണെന്ന്. RSS എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം, RSSും CPM തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ജനങ്ങൾക്കറിയാം. ഇവിടെ കേരളത്തിനകത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ബോധപൂർവം CPMും കോൺഗ്രസും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ കേൾക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ഈ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ള എന്താണ് ചുവപ്പുവൽക്കരണമല്ലേ? CPMന്റെ സഹയാത്രികരെ മാത്രം ചേർത്തുകൊണ്ട് നമുക്കറിയാം, ഡോക്ടറേറ്റുകൾ പോലും അവരെ ബന്ധുക്കളെ പോലും പല ഉന്നത തസ്തികകൾ കൊണ്ടിരുത്തേലേ ചെയ്തത്. ഇവിടെ നേരത്തെ ഷാജിർ ഖാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ മാനദണ്ഡങ്ങളും നോക്കിയാണോ ചെയ്തത്? പിന്നെ RSSന്റെ തീവ്രവാദികളെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്ത് അവകാശമാണോ ഉള്ളത്? RSS ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ടോ? അങ്ങനെ പറയല്ലേ. ഷാജിർ ഖാൻ പറയുന്ന സമയത്തൊക്കെ മതനിരപേക്ഷത തളർന്നു പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ KM ഷാജിക്കെതിരെ ഇതൊന്നും പറയാൻ ആരെയും കണ്ടില്ലല്ലോ. അപ്പം കേരളത്തിന്റെ മതനിരം പൊളിഞ്ഞു പോയില്ലേ? ഇതൊക്കെ കപടമാണെന്നേ, ഇതൊക്കെ കപടമാണ്. ഇവിടെ ഗവർണർ വെച്ച് VCമാരെ നിശ്ചയിക്കുന്നത് സെർച്ച് കമ്മിറ്റിയാണ്. മാത്രമല്ല സെനറ്റ് അംഗങ്ങളെ നിശ്ചയിക്കുന്നുണ്ട്. ഇതൊക്കെ പറയാൻ കോൺഗ്രസ് പണ്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ചെയ്യാൻ അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ടല്ലേ. CPMന് ഇത് പറയാനെന്ന് വെച്ചാൽ ഈ ഗവർണർ സെനറ്റ് മെമ്പർമാരെ എല്ലായിടത്തും അവർ നോമിനേഷൻ ഉണ്ട്. ഇത് അറിഞ്ഞുകൂടാത്തത് അവർ ഈ ഗവർണർ പദവികളിലൊന്നും CPM എത്തിയിട്ടില്ല, ഇനി എത്തുകയുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എക്കാലഘട്ടത്തിലും അല്ലെ. ചിന്താ പോലെ ഗവർണർമാർ സെനറ്റ് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തമാണോ? അല്ലല്ലോ. സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാറുണ്ട്. സെനറ്റ് അംഗങ്ങൾ അതാത് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അതാത് മേഖലകളിൽ നിന്ന് സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാറുണ്ട്. അല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ എമിനന്റ് പേഴ്സൺസിനെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ശുപാർശ ചെയ്യാറുണ്ട്. ഇതിപ്പോ ആ ജനാധിപത്യ കീഴ്വഴക്കം എല്ലാം മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണമായി രാഷ്ട്രീയ താല്പര്യം മാത്രം. എങ്കിൽ പിന്നെ കോടതി പോട്ടത്. ജനാധിപത്യ കോടതിയിൽ കുറെ പോകാറുണ്ടല്ലോ. കോടതിയിൽ പോട്ടെ. കോടതികൾ എന്താ പറയുന്നത്? ഇതെന്തെന്നറിയാമോ? ഗവർണറുടെ തന്നിഷ്ടം നടന്നോട്ടെ എന്ന് കോടതികൾ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ചിലർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചുവപ്പുവൽക്കരണം നടത്തുകയാണ്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അഭിലാഷിനും അറിയാം, ഷാജിർ ഖാനും അറിയാം, എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും യൂണിവേഴ്സിറ്റികളെ മോചിപ്പിക്കണം, സ്വാഭാവികമാണത്. അവിടെ നമുക്കറിയാം ചിന്താ ജോറാവിന് ഡോക്ടറേറ്റ് കിട്ടിയ കഥ എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ചർച്ചകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് CPM നടത്തിയിട്ടുള്ള ചുവപ്പുവൽക്കരണം. അപ്പൊ യൂണിവേഴ്സിറ്റികളെ ഉന്നത എന്തുകൊണ്ട് കേരളത്തിനകത്തു നിന്നുള്ള കേരളത്തിലെ ചെറുപ്പക്കാർ പുറത്തുപോയി പഠിക്കുന്നു? എന്തുകൊണ്ട് പഠിക്കുന്നു? കേരളത്തിലെ ചെറുപ്പക്കാർ മാത്രമാണോ പുറത്തുപോയി പഠിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ പുറത്തുപോയി പഠിക്കുന്നുണ്ട്. അതിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഒന്നുമല്ല കേരളം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സംഘി ഗവർണർമാരെയും സംഘി സെനറ്റിനെയും ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത്? സംഘി എന്ന് നിങ്ങൾ എത്ര തവണ വിളിച്ചാലും 1000 തവണ വിളിച്ചാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാജ്യത്ത് മുഴുവൻ നമ്മൾ മുദ്രാവാക്യത്തിൽ മുകളിലോട്ട് നോക്കൂ, താഴോട്ട് നോക്കൂ, സൈഡിലേക്ക് നോക്കൂ, വശങ്ങളിലേക്ക് നോക്കൂ, ഇതെല്ലാം സംഖ്യയായിരുന്നേ. രാഷ്ട്രപതി മുതൽ ഇനി താഴത്തെ പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ലേ? ജനാധിപത്യ രീതിയിൽ അഭിലാഷ് ജനാധിപത്യ രീതിയിലല്ലേ വന്നതല്ല. ജനാധിപത്യ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പറഞ്ഞത്. അതുപോലെ ജനാധിപത്യ രീതിയിലായിക്കൂടെ? ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ എന്തെങ്കിലും ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംവിധാനത്തിൽ ആ ജനാധിപത്യം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്, കോടതിയിൽ പോവാം. VCമാർ പോയ പരിപാടി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ജനൻ TV ഉൾപ്പെടെ ലൈവ് ആയിരുന്നല്ലോ. എല്ലാ വിഷയങ്ങളും എന്താ പറഞ്ഞത്? രാജ്യത്തിനെതിരെ കലാപമാണോ പറഞ്ഞത്? ആണോ പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രാജ്യത്തെ ഒന്നായി ചേർത്ത് നിൽക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതൊന്നും അല്ല വിഷയം. അതിന്റെ കണ്ടന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞതിൽ?
അദ്ദേഹം പോയിരുന്ന VC-മാർ പോയിരുന്ന മറ്റ് ഉന്നത വീക്ഷണമുള്ള ആൾക്കാർ പോയിരുന്ന പരിപാടിയിൽ താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത് RSS-ന്റെ ദർശനം വിശദീകരിക്കാനാണ് മോഹൻ ഭാഗവത് സംസാരിച്ചത് എന്നാണ്. അത് പഠിപ്പിക്കാനാണോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ? ഞാൻ കേൾക്കട്ടെ, RSS-ന്റെ തത്വമല്ലല്ലോ അടിച്ചേൽപ്പിക്കുന്നത്. ഞാൻ കേൾക്കട്ടെ, 2-4 പേര് സെനറ്റിൽ പോയാൽ മൊത്തം കാര്യങ്ങളും തീരുമാനിക്കുന്ന സെനറ്റ് മെമ്പർമാരാണ്. അവരാണോ മൊത്തം മാറ്റിയെഴുതുന്നത്? വിദ്യാഭ്യാസം മൊത്തം മാറ്റിയെഴുതുന്നത് അവരാണ്. അപ്പൊ ഇതാണ് തുടക്കം എന്ന് വെച്ചാൽ കേരളത്തിൽ തുടങ്ങി 3 പേരായി. കേരളത്തിലും തുടങ്ങി 3 പേരായി. അത് നാളെ ചിലപ്പോൾ അധികാരത്തിലേക്ക് വരുമ്പോഴേ അപ്പോഴും ഞാൻ എനിക്ക് അഭിലാഷം, ഞാനും ഒരു സ്വയംസേനാണ്, ഞാൻ സംഖ്യയാണ്. അധികാരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ അധികാര സ്ഥാനത്തേക്ക് വരാം. ഒരു തത്വസംഹിതയെ ജനങ്ങൾ അംഗീകരിക്കുകയാണ്. ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ അതിനോടൊപ്പം ചേർന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ച CPM കൊണ്ടുവന്ന, CPM പാനലിൽ വന്ന CPM സഹയാത്രികനായിട്ടുള്ള VC പോലും ഈ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അരുൺകുമാറാണ് പരിശോധിക്കേണ്ടത്. ശരി, അല്ല അതാ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ രാജു പി നായർ, സർക്കാർ ഇക്കാര്യത്തിൽ ഗവർണറോട് ഏറ്റുമുട്ടലിനില്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോൺഫ്രണ്ടേഷൻ വേണ്ട എന്ന നിലപാടാണോ, അതോ ആക്ഷനുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കോൺഗ്രസിനെയും UDF-നെയും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരാശയവും അടിച്ചേൽപ്പിക്കാതെ അക്കാഡമിക്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നത് എങ്ങനെ? 2 കൂട്ടരും, കഴിഞ്ഞ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാരും അതുപോലെ തന്നെ ഗവർണർമാരും അവരവരുടെ ആശയത്തിൻ്റെ ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, നമുക്കറിയാലോ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ഞാനിത് ഈ ചർച്ചയിൽ ഞാൻ CPM-നെ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ CPM-ന് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാതെ RSS-നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. CPM പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇത് കോൺഗ്രസിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പോയ CR പ്രസാദിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മറ്റൊരാളുണ്ട്, മോഹൻ കുന്നുമേലിനെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആക്കിയതാരാ? കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. പിന്നീടാണ് മോഹൻ കുന്നുമേൽ RSS-കാരനായി മാറിയതാണ് ഇവർ പറയുന്നത്. ഇവർ ഇത് ചെയ്യുന്നതാണ്. എവിടെന്നാ ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം തുടങ്ങുന്നത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഗോപിനാഥൻ രവീന്ദ്രൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ കാലത്ത് ഗവർണറും സർക്കാരും തമ്മിൽ തുറന്ന പോരാട്ടത്തിലേക്ക് പോയത്, ഇല്ലേ? അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവസാനം അന്നത്തെ ഗവർണർ ഏറ്റു പറഞ്ഞു. എന്താ പറഞ്ഞത്? പിണറായി വിജയൻ എൻ്റെ കാല് പിടിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ കാല് പിടിച്ചു. ചട്ടം ലംഘിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതിയത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഈ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദികളാക്കി മാറ്റാൻ കഴിഞ്ഞ കാലത്ത് 2 കൂട്ടരും ശ്രമിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനെ മാറ്റി നിഷ്പക്ഷമായ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. CPM ആഗ്രഹിക്കുന്ന 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്ന VD സതീശൻ വേഗം തന്നെ ഗവർണർ മുമ്പിൽ ചെന്ന് കൈ മുരുട്ടി വെച്ചുകൊണ്ട് ഇറങ്ങി വാടാ, പോരിന് വാടാ എന്ന് പറഞ്ഞ് നിൽക്കണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചോളം യൂണിവേഴ്സിറ്റികളെ ഡീടോക്സിഫൈ ചെയ്യണം. ഈ പറയുന്ന കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് RSS-ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സവർക്കറുടെ 4 പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനമെടുത്ത ആരാ? പിണറായി വിജയൻ നേരിട്ട് എന്ന് കണ്ട് അഭ്യർത്ഥിച്ച് വൈസ് ചാൻസലർ ആക്കിയ രവീന്ദ്രനാണ് ആ സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് SFI പറഞ്ഞു അതിനെന്താ കുഴപ്പമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവരുടെ തരാതരം പോലെ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ സമരം നടത്തുകയും അല്ലാത്ത സമയത്ത് കോംപ്രമൈസ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പുതിയ വരുന്ന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ലക്ഷ്യം ആ രാഷ്ട്രീയ വിമുക്തമാക്കിക്കൊണ്ട് ഇത്. പിന്നെ RSS ഇവിടെ നിന്ന് ഇപ്പോൾ RSS-ന് വേണ്ടി വാദിക്കുന്ന ആൾ ചോദിക്കുന്നത് RSS എന്താ കുഴപ്പം? RSS തീവ്രവാദി സംഘടനയാണ്, എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണ്. ഒരു രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ആ ഭരണഘടനയല്ല ഇത് ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു സംഘടനയാണ് RSS. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനെന്ത് പറഞ്ഞു? ഞാനല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു വാക്കുകൾ ഞാനല്ലേ തീരുമാനിക്കുന്നത്? ഈ രാജ്യത്ത് ഒരു സംഘടനയാണ് കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. എന്താ അദ്ദേഹത്തോട് കേൾക്കാൻ സമയം അതിക്രമിച്ചു. സുഹൃത്തെ നിങ്ങൾ കേൾക്കൂ. അല്ല നിങ്ങൾ കേൾക്കൂ സുഹൃത്തെ, ഇങ്ങനെ ഇതാവല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ബോംബ് സ്ഫോടനം നടത്തിയതിന്റെ ആരോപണമുണ്ടോ, കുറ്റമുണ്ടോ?
RSS-നെതിരെ ഇല്ലേ? സനാതൻ സംഘടന നടത്തിയില്ലേ? ബജറംഗ് ദൾ നടത്തിയില്ലേ? വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയില്ലേ? കലാപങ്ങൾ സൃഷ്ടിച്ചില്ലേ? കലാപങ്ങൾ സൃഷ്ടിച്ചില്ലേ? ശരി ആ ഡിബേറ്റ് ഇടവേളയ്ക്ക് ശേഷം നടത്താം. എനിക്ക് സമയം 8 മണിയായി. ആ സമയം നമുക്ക് ബ്രേക്ക് എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഷരുൺകുമാർ, സർവകലാശാലകളിലെ RSS വൽക്കരണം ഇപ്പോ പൊട്ടി വീണതുപോലെ ആരംഭിച്ചതാണോ? കഴിഞ്ഞ 1 മാസമായിട്ടുണ്ടായതാണോ? അതൊരു നീണ്ട പ്രക്രിയയല്ലേ? അതിന്റെ തുടക്കവും മറ്റുമൊക്കെ ഇവിടെ തന്നെ വിശദീകരിക്കപ്പെട്ടു. മുമ്പും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈസ് ചാൻസലർമാരുടെ നിയമനം, സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും ഒക്കെ നിയമനങ്ങൾ. കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലാണ് ഇപ്പോൾ സംഘപരിവാർ പ്രതിനിധി ഇല്ലാത്തത്? ഞാൻ അങ്ങക്ക് ഒരു കേസുകളുടെ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ചാൻസലർമാർ നടത്തുന്ന ഭരണവിരുദ്ധമായിട്ടുള്ള ഇടപെടലിനെതിരെ, സർവകലാശാലയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലിനെതിരെ ഗവൺമെന്റ് പോയ കേസുകളും പ്രൈവറ്റ് പാർട്ടി പോയ കേസുകളുമാണ്. ഇവിടെ ചോദിച്ചല്ലോ, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധി അടക്കം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് സ്ഥിരം VC നിയമിക്കുന്നില്ല? ആ സ്ഥിരം VC നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലുകളെ തകർക്കാൻ ചാൻസലർ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ പോയ കേസുകളാണ് ഭൂരിഭാഗം കേസുകളും. ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്, പവേഴ്സ് ഉണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്യും. ഇതിനു മുമ്പും സെനറ്റിലേക്ക് ഡിഗ്രി പോലും പാസ്സാകാത്ത കുട്ടികളെ വരെ നോമിനേറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടു. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ഇടപെടലുകൾ ഇവിടെ ഉണ്ടായി. അതിനെതിരെ ശക്തമായി നിയമസഭയ്ക്കകത്തും പുറത്തും കോടതിയിലും കോടതിക്ക് പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും എത്രയോ പ്രക്ഷോഭങ്ങളാണ് ഭരണത്തോടൊപ്പം തന്നെ ഇടതുപക്ഷം നടത്തിയത്. അന്ന് നടത്തിയ ഏതെങ്കിലും ഒരു ഇടപെടലിന് കോൺഗ്രസ് പിന്തുണ നൽകിയോ? മറ്റാരെങ്കിലും ഇവരെ പിന്തുണ നൽകിയോ? ഇവരെല്ലാം ചാൻസലർക്ക് ചൂട്ട് പിടിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇന്നലെ ഇപ്പൊ ഒരു പ്രസ്താവന ഇട്ടപ്പോൾ തന്നെ BJPയുടെ നേതാവ് ഒരു മറുപടി ഇട്ടല്ലോ. RSSന്റെ പരിപാടിയിൽ പോകുന്നവരെല്ലാം മാപ്പ് പറയണമെങ്കിൽ ഏറ്റവും ആദ്യം മാപ്പ് പറയേണ്ടത് ശ്രീ VD സതീശനാണ് എന്ന് ഒരു കമന്റ് ഇടാൻ ഉള്ള സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചങ്ങാതിമാരാണ്. നമ്മൾ കണ്ടില്ലേ, ഭാരതാംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക് ഭവനിൽ ഭാരതാംബ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഭാരതാംബ, അങ്ങനെ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു ഭാരതാംബയെ കൊണ്ടുവന്ന് പൂജിക്കാൻ പറഞ്ഞപ്പോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞോ ഇത് തെറ്റാണെന്ന് പറഞ്ഞോ? ശ്രീ രാജു പി നായരടക്കം അന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ചാൻസലറെ പിന്തുണച്ചത് നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് തന്നെ 1937 ഒരിക്കലും പാടാൻ പാടില്ലെന്ന് പറഞ്ഞ് കട്ടിയിരുന്നത് നമ്മൾ നിലപാട് വ്യക്തം. നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? പറഞ്ഞോ? രാജു പി നായർ പറഞ്ഞിട്ടില്ല. ഒരു ബൈറ്റ് കാണിക്കാൻ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. ശരി, അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ട് കോൺഗ്രസ് ശരി, ഓക്കെ അവസരം തരാം. ഷാരുൺകുമാർ തീർക്കട്ടെ. എന്റെ സമയം അവസരം തരാം. ഷാരുൺകുമാർ തീർക്കട്ടെ. നിങ്ങൾക്ക് സ്ഥിരം മറ്റുള്ളവരുടെ ചർച്ച നിങ്ങളുടെ സമയത്ത് കള്ളമല്ല പറയേണ്ടത്, സത്യം പറയണം. ശ്രീ പദ്ധതി നിങ്ങളുടെ സമയത്ത് കള്ളം പറയല്ല, സത്യം പറയണം. വാഗ്വാദത്തിലേക്ക് പോകണ്ട. അങ്ങ് രാജുകുമാർ, ഞാൻ അങ്ങേക്ക് സമയം തരാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് അങ്ങേക്ക് സമയം തരാം. അതെന്നെ വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. ശരി, അല്ല ഞാൻ തന്നെ ക്ലിയർ ചെയ്യാം. താങ്കൾ ഭാരതാംബയെയോ മറ്റ് അത്തരം കാര്യങ്ങളെയോ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. എന്റെ ചർച്ചയിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അരുൺകുമാർ പറയും. രാജസ്ഥാൻ, അതുപോലെ തന്നെ തെലങ്കാന, കർണാടകം, ഇവിടെയെല്ലാം PM-ശ്രീയെ പിന്തുണച്ച കോൺഗ്രസ് LDFന്റെ ഭരണകാലത്തെടുത്ത നിലപാടെന്താ? ഇപ്പൊ എടുത്ത നിലപാടെന്താ? ഒരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ എന്താ? PM-ശ്രീയെ ഞാൻ എതിർത്തിട്ടില്ല എന്നാ VD സതീശൻ പറയുന്നത്. അന്ന് PM-ശ്രീയെ എടുത്ത് അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പൊ എവിടെയാ? ആ ലീഗിന്റെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. KM ഷാജി ആ വിഷയത്തിൽ അഭിപ്രായമേ പറയുന്നില്ല. MG യൂണിവേഴ്സിറ്റിയുടെ VC നിയമനത്തിൽ അഭിപ്രായമേ പറയുന്നില്ല. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഭരിക്കുമ്പോ സംഘപരിവാറിനെതിരെ ഒരു നയം, അവർ ഭരണത്തിലെത്തുമ്പോ മൗനം പാലിച്ചുകൊണ്ട് മറ്റൊരു നയം. പിന്നെ ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു? അന്ന് ഇവരൊരു പ്രസ്താവന ഇറക്കും. ആ പ്രസ്താവനയിൽ പിറ്റേ ദിവസം ചാൻസലർ റിപ്പോർട്ട് ആവശ്യപ്പെടും. ചാൻസലർ ഇടപെട്ടു എന്ന എല്ലാ പത്രങ്ങളിലും വാർത്ത വരും. എന്തേ ഇപ്പൊ അവർക്ക് പ്രസ്താവനയില്ലേ? ഇപ്പൊ അവർക്ക് ഇടപെടലില്ലേ? ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഈ വാചകം ഇതുവരെ 1 മാസമായിട്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഒരു പ്രസ്താവനയും കണ്ടിട്ടില്ലല്ലോ. അവർക്ക് എന്താ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എല്ലാം ഓക്കെ ആയോ? ഇവരെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ,
കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സംഘവൽക്കരിക്കുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് കോൺഗ്രസും പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ഞാൻ ഒറ്റ മിനിറ്റ്, ഇന്നലെ വി.ഡി. സതീശന്റെ പ്രസ്താവനയാ, അതിൽ ചാൻസലറുടെ ഇടപെടലിനെ കുറിച്ച് ഒരു വാചകമുണ്ടോ, ഒരു വരിയുണ്ടോ? ഈ വൈസ് ചാൻസലർമാരെ തിരിച്ചു വിളിക്കാൻ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ. ചാൻസലർക്ക് മാത്രമേ വൈസ് ചാൻസലർമാരെ തിരിച്ചു വിളിക്കാൻ പറ്റൂ. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ പരിപാടിക്ക് പോയിരുന്ന മോഹൻ ഭഗവത്തിന്റെ മുന്നിൽ പോയി തൊഴുതിരുന്നവരെ തിരിച്ചു വിളിക്കണം എന്ന് പറയാൻ ഒരു പ്രസ്താവന, ഒരു വാക്ക് ചാൻസലർക്കെതിരെ ഇന്നലെ വി.ഡി. സതീശന്റെ പ്രസ്താവനയിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിലും ഇല്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ മോഹൻ ഭഗവത്തിന്റെ മുമ്പിൽ പോയി ഇരുന്നപ്പോ 4 VC-മാരെ തിരിച്ചു വിളിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ. അന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ഇത്തരത്തിൽ ഉള്ളവർ വൈസ് ചാൻസലറുമായി ഇരിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞു. പരസ്യമായി SFI അത്യുജ്വലമായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവന്നു. നാം കണ്ടല്ലോ, സദാശിവത്തിന് ശേഷം വന്ന ഗവർണർമാരെല്ലാം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നടത്തിയ ശ്രമത്തിലെല്ലാം ഏറ്റവും ശക്തമായി ഞാനിപ്പോ അങ്ങേക്ക് അയച്ചു തന്ന കേസ് തന്നെ ഞാൻ അയച്ചു തന്നല്ലോ, 10 കേസുകളുടെ ലിസ്റ്റ്. എത്ര തവണ അന്ന് പൊതുപണം എടുത്ത് വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാക്കിയവരാ ഇവർ കോൺഗ്രസ്. എന്നാൽ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ മെറിറ്റ് എന്ന് പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞില്ല, PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു നുണ പ്രചരിപ്പിച്ചില്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ഉത്തരവ് വന്നില്ല. എന്താ 5 പൈസ PM ശ്രീയിൽ നിന്ന് LDF വാങ്ങിച്ചില്ല. UDF വാങ്ങിക്കാൻ തയ്യാറായി. ഇതുവരെയുള്ള നയമെല്ലാം മാറ്റുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണത്തിന് ചൂട്ടുപിടിക്കുന്നത് കോൺഗ്രസ് ആണ്, സംഘടനകളാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ അത്യുജ്വലമായ പ്രക്ഷോഭം നമുക്ക് കാണാം. ശരി, ഓക്കെ. സേവ് യൂണിവേഴ്സിറ്റി ഫോർത്തിന്റെ കാര്യം ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചു. ഷാദർ ഖാൻ ഇതിന് അരങ്ങൊരുക്കിയതാരാണ്? ഈ രാജേന്ദ്ര ആർലേക്കർ അല്ല ചരിത്രത്തിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ കൈ കടത്തി സ്വന്തം താല്പര്യം നിറവേറ്റുന്നത്. അത് തുടങ്ങി വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു സമ്മതിയുടെ നിർമ്മിതി ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളടക്കം പ്രയത്നിച്ചോ? അതിന്റെ തുടർച്ചയാണോ ഈ കാണുന്നത്? അഭിലാഷ്, ഒന്നാമതായി പറയട്ടെ, അരുൺകുമാറിൻ്റെ അറിവിലേക്കായി പറയാം. ഞാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സേവ് എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിൻ്റെയും ഇപ്പോൾ വിദ്യാഭ്യാസ സ്നേഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെയും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, ഈ സാഹചര്യം സൃഷ്ടിച്ചത് സംഘപരിവാറിൻ്റെ നയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി ഗവൺമെൻറ് നടപ്പാക്കിയതിനെ തുടർന്നാണ്. ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുന്നു. PMCയുടെ MOUയിൽ ഒപ്പുവെച്ചു എന്ന കുറ്റകരമായ കാര്യം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്, ശ്രീ ശിവൻകുട്ടിയാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ അരുൺകുമാറിന് സംസാരിക്കാനാവില്ല. ശരി, മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ PM3 പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതിയിൽ MOU ഒപ്പുവെച്ചതാരാണ്? ഈ പറയുന്ന സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പാക്കാൻ അനുകൂലമായ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് ശ്രീ പിണറായി സർക്കാരായിരുന്നു എന്ന കാര്യം തർക്കമറ്റതാണ്. അതെന്തൊക്കെ അരുൺകുമാർ പറഞ്ഞാലും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് തന്നെ വഴിപിഴയ്ക്കുകയാണ്. ആ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് തന്നെ ഈ പറയുന്ന വർഗീയവാദികളെ ഈ തിരികെ കയറ്റാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രശ്നം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാനാവും? സർവകലാശാലകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സവർക്കറുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഈ പറയുന്ന ഗോപിനാഥ് ഉൾപ്പെടെയുള്ള അന്നത്തെ വൈസ് ചാൻസലർ CPM-ന്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ആളുകൾ. എനിക്ക് അക്കാര്യത്തിലൊരു എതിരഭിപ്രായം എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് ഉയരാറുണ്ട്, പക്ഷേ അത് ആ സമയത്ത് ഇടപെടാറില്ല. പക്ഷേ അതിനകത്ത് ശ്രീ ഷാദർ ഖാനെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ രാഷ്ട്രമീമാംസ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറേ പേപ്പറുകളുണ്ട്. അതിലൊരു പേപ്പർ പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്ന ഒരു പേപ്പർ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അതിൽ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ ടെക്സ്റ്റുകൾക്ക് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ നാസിസത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു ഫണ്ടമെന്റലിസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെക്കുറിച്ചോ വിദ്യാർത്ഥികൾ പഠിക്കാൻ പാടില്ല. സവർക്കർ, ഗോൾവാൾക്കർ തുടങ്ങിയ പദങ്ങൾ പാഠ്യപദ്ധതിയിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ബിരുദാനന്തര ബിരുദത്തിനോ അതിനു മുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ പ്രവർത്തകർ അഡ്വൈസ് ചെയ്യും. എനിക്കറിയില്ല, അത് കൗതുകകരമാണ്. അല്ല, അതെ അഭിലാഷ്, അതിൻ്റെ പ്രശ്നം ഇതാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ ഒന്നാമത്തെ പ്രശ്നം എന്താ? നമ്മൾ നേരിടുന്നത് കാവ്യവൽക്കരണമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ പറയുന്ന സംഘപരിവാർ അജണ്ട വരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ മതേതര ശാസ്ത്രീയ ജനാധിപത്യ സങ്കല്പങ്ങൾ എടുത്തു കളയപ്പെടുന്നു. ആ വെല്ലുവിളി നമ്മൾ നേരിടാൻ എങ്ങനെ നമുക്കതിനെ മറികടക്കാനാകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സവർക്കറുടെ ചരിത്ര സംഭാവന എന്താണെന്ന് നമുക്ക് എവർക്കും അറിയാമല്ലോ.
അപ്പോൾ ആ പാഠങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ പാഠം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഇന്ത്യയിൽ ഉണ്ട് എന്ന് പൊളിറ്റിക്കൽ സയൻസ് PG വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ? പൊളിറ്റിക്കൽ ഫിലോസഫി ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം ഇല്ലാണ്ടാവോ? അല്ലല്ല, നമ്മളിപ്പോ അവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫിലോസഫി പഠിപ്പിച്ച് നമ്മൾ എതിർക്കുമല്ലോ. ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഇസ്ലാമിസത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു എന്നും മൗദൂദി ഇത്തരം പുസ്തകങ്ങൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സൈദുൽ ഖുതുബിന്റെ മൗദൂദിയുടെ ഒക്കെ പുസ്തകങ്ങൾ ഇതാണെന്നും അത് ഫിലോസഫി അല്ലല്ലോ പഠിക്കുന്നത്, പഠിക്കണ്ടേ? അല്ലല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് ഇസ്ലാമിക് തോട്ട്സ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിലോസഫി അതിന്റെ പൊളിറ്റിക്കൽ വശം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദിയും ഖുതുബും ഒക്കെ ഉണ്ട് എന്നും ഇവരുടെ ടെക്സ്റ്റുകൾ ഇതാണെന്നും പഠിപ്പിക്കേണ്ട വിദ്യാർത്ഥികളെ സിലബസ് നിശ്ചയിക്കുമ്പോൾ അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ചരിത്രബോധം നൽകുക, ഏറ്റവും മികച്ച തത്വശാസ്ത്രങ്ങളിലൂടെ, ഏറ്റവും ആധുനികമായ തത്വചിന്താധാരകളിലൂടെ കടന്നു പോകാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ആ സങ്കല്പങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈ പറഞ്ഞ വർഗീയ വിഷലിപ്തമായ ആശയങ്ങൾ കൊടുക്കുകയും എന്നാൽ ഗാന്ധിജിയുടെ പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ട്, നമ്മളതിനെ നിഷ്കളങ്കമായി നമുക്കതിനെ കാണാനാവില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സിലബസ് നിശ്ചയിക്കുന്നത് നമുക്ക് എന്ത് വേണം പഠിക്കാം, അത് ഔട്ട് ഓഫ് സിലബസ് പഠിക്കാം, എക്സ്ട്രാ ആയിട്ട് പഠിക്കാമല്ലോ കുട്ടികൾക്ക്. റീഡിംഗ് ആയിരുന്നു ഇത്, അല്ലാതെ ആ പുസ്തകങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചില്ല. സിലബസിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തുന്നത് ഞാൻ സവർക്കറുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് സിലബസിൽ സജസ്റ്റഡ് റീഡിംഗ് അല്ലേ? അല്ല, സജസ്റ്റഡ് റീഡിംഗ് എന്ന് പറഞ്ഞത് ഔദ്യോഗികമായി സിലബസിന്റെ ഭാഗമാക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് അന്നത് ഒരു വലിയ വിവാദമായി ഉയർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നിഷ്കർഷ പാലിക്കണം. കാരണം കേരളം ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ മതേതര സംസ്കാരത്തിന് പേരുകെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ സർവകലാശാലകളിലെ പാഠപുസ്തകങ്ങളാണെങ്കിൽ പോലും അവിടെ നിശ്ചയിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. അതല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നേരത്തെ രാജീവ് പറഞ്ഞല്ലോ, ഇപ്പോൾ വളരെ സ്വീകാര്യമായിരിക്കുന്നു സംഘപരിവാർ ഈ പറയുന്ന CR പ്രസാദിനെ പോലെ ഒരാൾക്ക് പോലും അവിടെ പോയി ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ ഒരു ലജ്ജയും തോന്നിയില്ല. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്, SFIയിലൂടെ വന്ന ആളാണ്, CPMന്റെ വക്താക്കളിൽ ഒരാളായിരുന്നു, അവരുടെ നോമിനി ആയിരുന്നു. അങ്ങനെ വന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണേണ്ട കാര്യമല്ല. ശരി, ശ്രീ രാജീവ്, അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ സർവകലാശാല വൈസ് ചാൻസലർമാരെ മുമ്പിൽ വിളിച്ചിരുത്തി മാത്രമല്ലല്ലോ മോഹൻ ഭാഗവത്തിന് പ്രസംഗിക്കാൻ കഴിയുക. RSSന് അതിന്റെ 100ാം വാർഷികം ആചരിക്കാനും ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രഭാഷണ പരമ്പരയും നടത്താം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ സുപ്രധാനമായ ക്രിട്ടിക്കൽ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ തന്നെ അതിന്റെ സദസ്സിൽ അവിടെ വിളിച്ചു വരുത്തി അവരവിടെ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തി ഒക്കെ നിർമ്മിക്കുന്നത് എന്താണ്? സ്വീകാര്യമാണ്, ഞങ്ങളുടെ ഐഡിയോളജി ഇതാ ഇവിടെ എംബ്രേസ് ചെയ്യപ്പെട്ടു എന്ന് ബോധിപ്പിക്കലാണോ? ഞാൻ നിങ്ങളുടെ നേരത്തെ അഭിലാഷിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് വന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്തത്. ആ ക്ഷണിക്കുമ്പം സ്വാഭാവികമായിട്ടും ആ ക്ഷണം സ്വീകരിച്ച് ഇത് അറിയാൻ വേണ്ടി വരുന്നതിൽ എന്താണ് തെറ്റ്, അതിലെന്താണ് ഇല്ലീഗാലിറ്റി? ഞാൻ പറയാമല്ലോ, ഇത് RSS എന്ന് പറയുന്നത് ഒരു ആത്മാവാണ് ഭാരതത്തിൻ്റെ. അതൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അതൊരു ആത്മാവ് തന്നെയാണ് RSS. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 100 വർഷക്കാലം കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇന്നും കേരളത്തിനകത്ത് ചിലയിടങ്ങളിൽ തെറ്റിദ്ധാരണകൾ പരത്തുവാനുള്ള ശ്രമം ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് RSSനുണ്ട്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക സഭകൾ ഇതുപോലെയുള്ള പ്രഭാഷണ പരമ്പരകൾ നടത്താറുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മതനിരപേക്ഷതയിൽ എന്താണ് തകരുന്നത്? എന്ത് ജനാധിപത്യ മൂല്യമാണ് തകരുന്നത്? ഇപ്പോൾ പറയുന്നു ഇത് PM ശ്രീ മാത്രമല്ല, ഞാൻ പറയാം മുദ്രാ ലോണുണ്ട്, ജൻധൻ അക്കൗണ്ടുകളുണ്ട്, PM കിസാൻ സമ്മാന നിധിയുണ്ട്, ഇതൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ പദ്ധതികളാണ്. ഇതെല്ലാം വേണ്ടെന്ന് വെക്കൂ, ഇതെല്ലാം വേണ്ടെന്ന് വെക്കുക. പ്രധാനമന്ത്രി RSSകാരൻ്റെ പദ്ധതികളാണ്. ഏതാണ്ട് 270ഓളം വരുന്ന ക്ഷേമ പദ്ധതികൾ. അത് കേരളത്തിൽ വേണ്ട. സിലബസിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ കേൾക്കട്ടെ, വീര സാവർക്കറിനെ കുറിച്ച് പഠിച്ചാൽ എന്താ തെറ്റ്? അറിയണ്ടേ? വീര സാവർക്കർ ആരാണെന്ന് അറിയണ്ടേ? എന്തിനു പഠിക്കണം? എന്തിനു പഠിക്കണം എന്ന് വെച്ചാൽ വീര സാവർക്കർ, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ചില ആൾക്കാരെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു നാളിതുവരെ ഉണ്ടായിരുന്നത്. എല്ലാവരെ കുറിച്ചും അഭിലാഷ് 2 വർഷം കേട്ടു ജമാഅത്ത് ഇസ്ലാമിയുടെ സിലബസിനെ കുറിച്ച് കേട്ടു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷാജിർ ഖാൻ്റെ ഒരു ഇതുമില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ പഠിക്കാം, ഇനി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് വേണമെങ്കിലും പഠിക്കാം. പക്ഷേ മറ്റ് ഇവിടുത്തെ ഹിന്ദു സംവിധാനത്തെ കുറിച്ച് പഠിച്ചാൽ അത് ജനാധിപത്യത്തിനെതിരെ, മതേതരത്വത്തിനെതിരെ. ഇതാണ് കാപട്യമെന്ന് ഞാൻ നേരത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു വൺ വേ ട്രാഫിക്കാണ്. അതായത് കോൺഗ്രസും CPM ഇവിടെ ചർച്ചയിൽ ഇരുന്നപ്പോൾ അരുൺകുമാറും പറഞ്ഞു, രാജു പി നായർ, ഞാൻ നിങ്ങളെ ആക്രമിക്കാനല്ല വന്ന,
അരുൺകുമാർ പറയുന്നു ഞാൻ നിങ്ങളെ ആക്രമിക്കാനല്ല വന്ന, നിങ്ങൾ ആക്രമിക്കുന്ന ആരെയാണ്? ഞങ്ങളെയാണ്. നിങ്ങൾ ആക്രമിക്കും തോറും ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്നു. നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോഴും ജനങ്ങൾ ഇത് കാണുമ്പോഴും ഞങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇതറിയാത്ത ജനങ്ങൾ പോലും തയ്യാറാകുകയാണ്. എന്ന് വെച്ചാൽ വീണ്ടും ഞങ്ങൾക്ക് കൂടുതൽ അവസരം നിങ്ങൾ തരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിശബ്ദരായി ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രഭാഷണ പരമ്പരകൾ ജനങ്ങൾ വഴി ക്യാപ്ചർ ചെയ്യുകയല്ലേ, അവിടെയല്ലേ പ്രശ്നം. നിങ്ങൾ പ്രഭാഷണം നടത്തുന്നതല്ല. 3 തവണ അധികാരത്തിൽ വന്നു, ഈ രാജ്യത്ത് 3 തവണ അധികാരത്തിൽ വന്നു. അത് മനസ്സിലാക്കണം. ജനങ്ങൾ ഓടി പൊളിച്ചല്ല വന്നത്, ജനങ്ങൾ മാൻഡേറ്റ് എന്നതാണ്. ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളും ഈ യൂണിവേഴ്സിറ്റികൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു ചെറിയ തെറ്റുണ്ട്. ഭൈരവൻ സിംഗാത്തിന്, അതായത് വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ശേഖർജി അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലീഗൽ അഡ്വക്കേറ്റുമാരുടെ ഇതിൽ നിന്നും സെനറ്റ് മെമ്പറായ വ്യക്തിയാണ്. ഇപ്പോഴല്ലേ ഞാൻ അതല്ലേ പ്രമുഖരായ വ്യക്തികളെ തന്നെയാണ് ഇതിനകം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു അവരുടെ പേര് വന്നപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ കേൾക്കട്ടെ. അരുൺകുമാർ നേരത്തെ പറഞ്ഞ മുൻ ഗോപിനാഥ് ചന്ദ്രൻ, അദ്ദേഹം മുൻ VC, കണ്ണൂർ VC, അദ്ദേഹം CPM-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു. ഡൽഹിയിൽ മാർച്ച് ആർക്കെങ്കിലും ചർച്ചയുണ്ടായിരുന്നു? രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ VC പങ്കെടുക്കാൻ പാടില്ല. അദ്ദേഹം VC ആയിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. എനിക്ക് സംശയമുണ്ട്. ഗോപിനാഥ് രവീന്ദ്രൻ വളരെ എമിനന്റ് ആയിട്ട് ഒരു ഹിസ്റ്റോറിയനാണ് എന്ന കാര്യം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം CPM-നോട് ഉണ്ടാകാം. അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യാൻ കഴിയാത്തതുമാണ്. ഇതെന്തെന്നറിയാമോ, വസ്തുതാപരമായി ചർച്ചകളിലൂടെ പുതിയ മാറ്റങ്ങൾ ഓരോ സമയത്തും കൊണ്ടുവരുമ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങൾക്കെതിരാണ് എന്ന് CPM-നും കോൺഗ്രസിനും തോന്നുന്നതാണ്. തങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ്. സ്വാഭാവികമാണത്. നിങ്ങൾ ഇത്രയും വലിയ രീതിയിൽ കേരള യൂണിവേഴ്സിറ്റിയെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയും സംരക്ഷിക്കാൻ ഇറങ്ങിയെങ്കിൽ നിങ്ങളെ മൂലയിൽ ഇരുത്തിയത് എന്ത്? യുവാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടി തയ്യാറായില്ല. 3 സീറ്റല്ലേ ഉള്ളൂ BJP-ക്ക്. 3 സീറ്റ് മതിയെന്നേ, 30-ന്റെ പവറാണ്. ശരി. ശ്രീ രാജു പി നായർ, അപ്പോ എന്തായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചരിത്രമടക്കമുള്ള കാര്യങ്ങളിൽ ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കലാണ്. ഇത്രയും കാലം വഴിതെറ്റിക്കുകയായിരുന്നു. അപ്പോൾ വഴിതെറ്റിപ്പോയവരെ അല്ലെങ്കിൽ വഴിതെറ്റിയ വിദ്യാഭ്യാസത്തെ നേരെ പിടിച്ചു നിർത്താനാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യും എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. ഞാൻ അതിലേക്ക് എത്താൻ മുമ്പായിട്ട് ഞാൻ ഇവിടെ ചർച്ചയിൽ ഈ മോഹൻ കുന്നുമ്പലും CR പ്രസാദ്, മറ്റേ ഷാജുഖാനും പറഞ്ഞു, PR പ്രസാദ് പറഞ്ഞു, ഇവരെ എല്ലാം കൊണ്ടുവന്നത് ഇടതുപക്ഷമായിരുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരിയല്ല, CPM ആയിരുന്നു, പിണറായി വിജയനായിരുന്നു പറഞ്ഞപ്പോൾ അതിനൊന്നും മറുപടിയില്ലാത്ത അരുൺകുമാർ കോൺഗ്രസിനെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവിനെ ആക്രമിക്കുക. എന്നാലോചിച്ച് നോക്കുക. എന്നെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അരുൺകുമാർ ഇവിടെ പറഞ്ഞത്. ഭാരതാംബ വിഷയത്തിൽ ഞാൻ ചാൻസലറെ പിന്തുണച്ചു എന്നാണ് പറഞ്ഞത്. അരുൺകുമാറെ, ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അരുൺകുമാർ ഒരു ജന്മം കൂടി എടുക്കണം പറയാൻ. അന്ന് മനസ്സിലായി, ഒരു ജന്മം കൂടി എടുത്താലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഭാരതാംബ എന്ന് പറയുന്ന ഉച്ചക്കിറുക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ വികൃതമാക്കിയ ഗവർണർക്കെതിരെ കേസെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയണമെങ്കിൽ അരുൺകുമാർ ഒന്നുകൂടി ജനിക്കണം. അത്ര കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ ചെവിക്ക് പിടിക്കുമായിരുന്നു. ADGP അജിത് കുമാർ 2 തീവ്രവാദികളായിട്ടുള്ള 2 നേതാക്കന്മാരെ, റാം മാധവനെയും അതുപോലെ തന്നെ ഹൊസാബിലെയും കണ്ട തീവ്രവാദികളായ നേതാക്കന്മാരെ കണ്ട അജിത് കുമാറിനെ ഒക്കെ തിരുത്തിക്കൊണ്ടല്ലേ ഈ ഗവർണറെ എതിരെ മിണ്ടാതിരുന്നത്? നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, ശ്രീ അഭിലാഷ് ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചൊരു കാര്യം, സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം? സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കുന്നതിൽ കുഴപ്പമുണ്ട്. കാരണം സവർക്കറുടെ പുസ്തകം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായ മതേതരത്വത്തിനെയും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് നയങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജാതീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടിനെയും ഘടകവിരുദ്ധമാണ് RSSന്റെ നിലപാട്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്നും അതിന് മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടന ആയിരിക്കേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്ത വാദങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമല്ലേ? അല്ല, എന്റെ ഒരു സംശയമാണ്, ആ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സജസ്റ്റഡ് റീഡിംഗ് ആയി കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ മുസോളിനി എന്ന് പറഞ്ഞ കാര്യങ്ങളും ഹോളോകോസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ലല്ലോ. സമയം കളയണ്ട. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുള്ളത് ക്രിട്ടിക്കൽ വ്യൂ ആണ്. സവർക്കറിനെ കുറിച്ച് പഠിക്കാം. സവർക്കറിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ വ്യൂ ആണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമെന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഒറ്റ നിയമമല്ല നടപ്പാക്കേണ്ടത്, മറിച്ച് ജാതിയുടെ നിയമമാണ് നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞ സംഘപരിവാറിനെയും സവർക്കറിനെയും കുറിച്ചുള്ള വിമർശനാത്മകമായ പുസ്തകങ്ങളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനി അത് പഠിക്കുമ്പോൾ ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ സജസ്റ്റഡ് റീഡിംഗിൽ പോയി സവർക്കറിനെ വായിച്ചോട്ടെ. അങ്ങനെ തന്നെയാണ് RSSന്റെ പുസ്തകം വായിക്കുന്ന ആളാണ്. RSSനെ എതിർക്കണമെങ്കിൽ പറയട്ടെ RSSനെ എതിർക്കണമെങ്കിൽ RSSനെ പഠിക്കാൻ ഞാൻ RSSന്റെ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ്. ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കുന്ന ആളാണ്. കാരണം ഇവരെ എതിർക്കണമെങ്കിൽ ഇവരെന്താണ് എന്നുള്ളത് പഠിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂണിവേഴ്സിറ്റികളിൽ അവരുടെ വാദങ്ങളും അവരുടെ പുസ്തകങ്ങളും പഠിപ്പിക്കുകയല്ല വേണ്ടത്. പകരം ക്രിട്ടിക്കൽ വ്യൂ ആണ് പഠിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിനകത്തുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചു ഓട് പൊളിച്ചു വന്നതല്ല. ശരിയാണ്, അത് ഞാൻ അനുകൂലിക്കുകയാണ്. ഓട് പൊളിച്ചു വന്നതല്ല, നിങ്ങൾ വോട്ട് കൊള്ളയിലൂടെ വന്നവരാണ്. 3 പ്രാവശ്യം വന്നത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സമയമാണത്. അപ്പൊ ഓട് പൊളിച്ചല്ല, കൊള്ളയിലൂടെ വന്നതാണ്. അവിടെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നതിനെ ഏറ്റവും ശക്തമായി എതിർക്കണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ BJPയുടെ അല്ലെങ്കിൽ ഗവർണർ BJPയുടെ ആൾക്കാരെ തള്ളിക്കയറ്റാനും അതേസമയം തന്നെ CPM അവരുടെ ആൾക്കാരെ തള്ളിക്കയറ്റാനും നോക്കി. 10 വർഷം യൂണിവേഴ്സിറ്റികളിൽ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കാത്ത 10 വർഷമായിരുന്നു. നമ്മുടെ 64 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. അറിയില്ലേ? ഇവർ ഭരണം വിട്ടു പോകുമ്പോൾ 64 ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ലായിരുന്നു. എന്തായിരുന്നു? ഈ 2 പേരുടെയും ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള തർക്കം. അതിൽ അക്കാഡമിക്സ് മറന്നു. അതിന്റെ ദുരന്തം എന്താ ഉണ്ടായത്? നമ്മുടെ കുട്ടികൾ അനുഭവിച്ചു. കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവരെല്ലാവരും ഉന്നത പഠനത്തിന് കേരളം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ അടിസ്ഥാനപരമായ നയം എന്താ? ഞങ്ങളുടെ അടിസ്ഥാനപരമായ നയം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുകയും നമ്മുടെ കുട്ടികളെ കേരളത്തിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക മാത്രമല്ല കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അവിടെ അമിതമായ രാഷ്ട്രീയം ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുവരില്ല. സംഘവൽക്കരിക്കാൻ ശ്രമം നടത്തിയാൽ ശക്തിയുക്തം പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ എതിർക്കും. അതേസമയം യൂണിവേഴ്സിറ്റികളുടെ നിഷ്പക്ഷത നിലനിർത്താനും അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കാനുമായിരിക്കും ഞങ്ങളുടെ മുൻഗണന. ശരൺകുമാർ, അവസാനമായി വളരെ ചെറിയ ഉത്തരം. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് പറ്റില്ല എന്ന നിലപാട് ഗവർണറുമായി ബന്ധപ്പെട്ട് അടക്കം സ്വീകരിച്ചാൽ പിന്തുണയ്ക്കുമോ നിങ്ങൾ? ഏതായാലും സർവകലാശാലകളെ സംഘവൽക്കരിക്കാനുള്ള ഏതു നീക്കത്തിനെയും ഞങ്ങൾ ശക്തമായിട്ട് ചെറുക്കും. അതിന് യോജിക്കുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിക്കും. പക്ഷെ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ, സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ സവർക്കറെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ച ആള് ഇതേപോലെ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച, സ്വാതന്ത്ര്യ സമരമായിട്ട് സഹകരിക്കാത്ത ഗോവക്കരുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയി അങ്ങ് വളഞ്ഞു നിന്ന, കുനിഞ്ഞു നിന്ന, അങ്ങ് താണു വളർന്ന് വിളക്ക് കത്തിച്ച ആളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുകയോ? ഇപ്പൊ ഇവിടെ പറഞ്ഞു പണ്ട് SFI ആയിരുന്ന ഒരാൾ ഇപ്പൊ ചാൻസലറായി വന്നപ്പോ അങ്ങനെ പ്രസാദ് പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരായിരുന്നു? ഈ സംസ്കൃത സർവകലാശാലയിൽ കോൺഗ്രസിന്റെ പാനലിൽ വന്ന ആളല്ലേ? VC ആയിരുന്നു, PSC ചെയർമാൻ ആയിരുന്നു, ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തെരഞ്ഞെടുത്ത പ്രമീള ദേവി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ? ഇപ്പൊ BJP ആയിട്ട് മാറി. പല ഘട്ടത്തിൽ പോലും അത്തരത്തിൽ തീരുമാനമെടുക്കുന്നവരുണ്ടാവും. പക്ഷെ അത് വെച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയല്ല. അങ്ങനെ ഗോൾവർക്കറുടെ അടുത്ത് പോയി കുനിഞ്ഞു നിന്നയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ പറ്റൂ എന്ന് അറിയാം. ഒരു വാക്ക് പോലും ചാൻസലർക്കെതിരെ മിണ്ടിയിട്ടില്ല ഈ പ്രസ്താവനയിൽ. ഇന്നലെ ഇറക്കിയ പ്രസ്താവനയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിശക്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘവൽക്കരിക്കുന്ന നീക്കത്തിനെതിരെ ഞങ്ങൾ പോരാടും. ആ പോരാട്ടത്തിന് സമാന ചിന്താഗതിയുള്ളവരെയൊക്കെ ഞങ്ങൾ യോജിപ്പിക്കുക തന്നെ ചെയ്യും. ശരി, നമുക്ക് ഇനി ആർക്കൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ഡിബേറ്റ് തുടരട്ടെ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു.